ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാനയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയിട്ട് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സിലുള്ളത് അറിഞ്ഞേ പറ്റൂ. പക്ഷേ നാന ആദർശ് വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം നവ്യയുടെ മുറിയിലാണെങ്കിൽ നവ്യ ആകെ മൊത്തം ടെൻഷനിലാണ്. എന്നിട്ട് കയ്യിലിരിക്കുന്ന ടാബ്ലറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ നവ്യ സ്വയം ചിന്തിക്കുകയാണ്, ഇത് കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടാക്കണം. കാരണം വളകാപ്പ് ചടങ്ങ് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും. അതിനുശേഷം അബോർഷനായി പോയതാണെന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പിക്കണം. അങ്ങനെ കുഞ്ഞു പോയി എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാം. പക്ഷെ അതേസമയം തന്നെ ചിന്തിക്കുകയാണ്, പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാവുമ്പം തടി കൂടിയിട്ട് എൻ്റെ ഷേപ്പൊക്കെ മാറി എൻ്റെ ഭംഗിയൊക്കെ പോവും. അതുകൊണ്ട് വേണ്ട. നവ്യ ആകെ മൊത്തം കൺഫ്യൂഷനിലാണ്. നാന അടുക്കളയിൽ എന്തൊക്കെയോ പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നാന പക്ഷേ മൈൻഡാക്കുന്നൊന്നുമില്ല. ആദർശ് അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അയ്യോ, ഒന്നും വേണ്ടേ, ദ്രോഹിക്കാതിരുന്നാൽ മതി. അപ്പോൾ ആദർശ് വീണ്ടും പറയാണ്, എന്നാലും എനിക്കൊരു സംശയം, ഇന്നലെ രാത്രി നീ അമ്പലത്തിൽ തന്നെയാണോ പോയത്? ഞാനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കയ്യിലിരുന്ന കറിക്കരിയുന്ന കത്തി ഉപയോഗിച്ച് ആദർശ് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇനി ഇതുപോലെ എന്തെങ്കിലും ചോദിച്ചാലേ എൻ്റെ സ്വഭാവം മാറും. എന്നാൽ പിന്നെ ഞാനൊന്നും ചോദിക്കുന്നില്ല. ആദർശ് വേഗം പിന്മാറാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഉണ്ടാക്കുന്നത്? കൊഴുക്കട്ട. അതിനുശേഷം നേരെ പോയിട്ട് മൊബൈൽ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, ആരെയാണ് വിളിക്കുന്നത്? അതൊക്കെ എന്തിനാ ആദർശേട്ടനെ അറിയുന്നേ? എന്നിട്ട് സംസാരിക്കുകയാണ്, വിജിതേ, എന്തായി കാര്യങ്ങൾ? അമ്മായിയമ്മയും ഭർത്താവും ഒരു തരത്തിലും വിട്ടുതരില്ലെന്നോ? നീ ഒന്നും നോക്കണ്ട, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ. കേസും കോടതിയായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോയിക്കോ. അതല്ല, അയാളുടെ ശല്യം സഹിക്കാൻ വയ്യെങ്കിൽ അയാളെ അങ്ങ് കൊന്നേക്ക്. അപ്പോൾ ആദർശം ഞെട്ടിക്കൊണ്ട് നാനയെ നോക്കുകയാണ്. നാനയെ ഇടങ്ങണിട്ടുമെല്ലാം ആദർശനെ നോക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ വീട്ടുകാരെ അറിയാലോ, നല്ല പണവും സ്വാധീനവും ഉള്ളവരാ. അതുകൊണ്ട് അയാളെ കൊന്നിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. നിന്നെ സഹായിക്കാൻ എൻ്റെ ഹസ്ബൻഡ് മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇവിടുത്തെ പറയുന്ന എന്നൊരു അർത്ഥത്തിൽ ഇങ്ങനെ നാനയെ തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട് നാന കയ്യിൽ നിന്ന് ഫോണിങ്ങനെ മാറ്റുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ എന്താ അർത്ഥത്തില്ല ഒരാളെ കൊന്നിട്ട് വന്നാൽ ഞാൻ നോക്കും എന്നൊക്കെ പറയുന്നത്? അപ്പോൾ നാന ഫോൺ മാറ്റിയിട്ട് മ്യൂട്ട് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ രക്ഷിക്കില്ലേ? എൻ്റെ ഭർത്താവ് വീരശൂര പരാക്രമിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വില കളയരുത്. ശേഷം വീണ്ടും ഫോൺ ചെവിയിൽ വെച്ചിട്ട് പറയാണ്, നീ പറയടി. ഒന്നും പേടിക്കാനില്ല, നമ്മൾ സ്ത്രീകളാണെന്ന് കരുതി അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് അടിക്ക് തിരിച്ചടി. ആ രീതിയിൽ വേണം മുന്നോട്ട് പോവാൻ. ആദർശനൊന്ന് ഇടങ്ങണിട്ട് നോക്കുകയാണ്. ആദർശാണെങ്കിൽ എന്തൊക്കെ ഇവൾ പറയുന്ന ദൈവമേ എന്നൊരർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നാനയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് ആദർശ്. പക്ഷെ ഒരുപാട് ചിന്തകളിലാണ് ആദർശം ഉള്ളത്. അതേസമയം ഹാളിലെ സ്ത്രീജനങ്ങളൊക്കെ ചർച്ചയിലാണ്. ജലജയാണ് എരികേറ്റുന്ന ആള്. അമ്മേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആദർശ് അടുക്കളയിൽ കയറുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിക്കും. ഇത്രയും കാലം അങ്ങനെയായിരുന്നു. ആരും മറുപടിയൊന്നും പറയുന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് സത്യം എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഭാര്യ അടുക്കളയിൽ കയറിയാൽ കൂടെ അവരും കയറും. ഇപ്പം അങ്ങനെയായി കാര്യങ്ങൾ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ഭാര്യമാരെ അടുക്കളയിൽ കയറി ഭർത്താക്കന്മാരും സഹായിക്കാറുണ്ട്. അതെങ്ങും നടക്കാത്ത കാര്യമൊന്നുമല്ല. അപ്പോഴേക്കും നവ്യമെല്ലാം സ്റ്റെപ്പിറങ്ങി താഴോട്ടേക്ക് വരികയാണ്. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, സ്റ്റെപ്പിൽ നിന്നും വീഴുന്നത് പോലെ അഭിനയിക്കാം. എന്നിട്ട് താഴെ വീണ് ഹോസ്പിറ്റലിലായിട്ട് കുഞ്ഞ് അബോർഷനായി പോയിന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. പക്ഷേ സ്റ്റെപ്പിൻ്റെ സൈഡിലോട്ടായിട്ട് കാല് വെച്ചിട്ട് വീഴാൻ വേണ്ടി ശ്രമിക്കുകയാണ് നവ്യ. പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. കാരണം കാല് മാറ്റുന്ന സമയത്ത് വീണാലോ എന്നൊരു പേടിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പിന്തിരിഞ്ഞതിന് ശേഷം വിചാരിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകെ മൊത്തം കൺഫ്യൂഷനായിട്ടാണ് നവ്യ നിൽക്കുന്നത്. അതേസമയം ആദർശിനടുത്ത് വന്നിട്ട് ഇരുന്നിട്ടാണുള്ളത്. നാനയും ആദർശം കൂടെ ഒരുമിച്ചാണുള്ളത്. അപ്പോൾ ആദർശം എന്തൊക്കെയോ പത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നയന വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരിയോട് സംസാരിക്കും പോലെ പറയാണ്, എടി, നീ ഇനിയും തല താഴ്ത്തി കൊടുത്താൽ അയാൾ കയറി നിരങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗതികെട്ട് ജീവിക്കേണ്ട, കൊല്ലുന്നെങ്കിൽ കൊന്നോളാൻ. നമുക്കേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മൾ അടിമയെ പോലെ ജീവിക്കുകയാണെങ്കിൽ മരിക്കുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. കൂട്ടുകാരി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും പറയുന്നതൊക്കെ ആദർശിനോടാണ്. ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. ദ്രോഹിക്കുന്ന ഭർത്താവിനൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാടി എന്ന് നാന പറയുന്ന സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇക്കണക്കിന് എൻ്റെ മനസ്സിലുള്ളതറിഞ്ഞാൽ ഇവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? മരണം ഉറപ്പാ. അപ്പോൾ നാന പറയുന്നുണ്ട്, നിനക്കവിടെ പ്രശ്നമുള്ളത് കൊണ്ട് ഇനി എന്തുണ്ടായാലും എന്നെ വിളിക്കണം, എൻ്റെ അഭിപ്രായം ചോദിക്കണം. ഇനി അയാളെ തല്ലാനാണെങ്കിലും നമുക്ക് ഒരുമിച്ച് തല്ലാടി. ഒരു തവണ നമ്മൾ പ്രതികരിച്ചാലുണ്ടല്ലോ എല്ലാം ശാന്താവും. അതല്ല, എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാനാണെങ്കിൽ ജഡം കണക്കെ ജീവിക്കേണ്ടി വരും. അപ്പോഴേക്കും ആദർശ് എഴുന്നേറ്റ് നാനയുടെ അടുത്തേക്ക് വരികയാണ്. അത് മനസ്സിൽ കണ്ട് നീ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ താഴോട്ടേക്ക് താഴ്ത്തുകയാണ്. അപ്പോൾ ആദർശ് വന്നിട്ട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഫോണിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ നാന ഫോൺ ആദർശ് നേരെ നീട്ടിയിട്ട് പറയും, ഇന്നാ.
ഞാനേ ആദർശേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ചിലപ്പോൾ സംസാരിക്കണം എന്നുണ്ടാവും, എന്നാ സംസാരിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ ആദർശിന് കുറച്ചുകൂടെ അരികിലേക്ക് നീട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് പെട്ടെന്ന് പതറുന്നുണ്ട്. അല്ല ഞാൻ എന്തോ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി സംസാരിച്ച പോലെ തോന്നി, അതാ ചോദിച്ചത്. എനിക്കങ്ങനെ കേൾപ്പിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാലം ഒരുപാട് പുരോഗമിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നും നിങ്ങൾ ആണുങ്ങളുടെ മനസ്സേ മാറിയിട്ടില്ല. എപ്പോഴും ഒരു ആധിപത്യ സ്വഭാവമുണ്ട് എല്ലാവർക്കും. അതിന് എന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ അടുത്തേ വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുന്ന പെൺകുട്ടികളുടെ കഥ കേൾക്കുമ്പോൾ ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറും, ചോര തിളക്കും. ആ സമയത്തെ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തുന്നവന്മാരെയൊക്കെ തല്ലിക്കൊല്ലാൻ തോന്നും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അത്ര മോശമൊന്നുമല്ല. എങ്ങനെ മോശമാവാതിരിക്കും? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ഒന്ന് തൻ്റെ ഇടം കാണിച്ചാൽ അവൾക്ക് കൊമ്പ് മുളച്ചെന്ന് പറയും. എന്നാലും സ്വന്തം ഭാഗത്തെ തെറ്റുകൾ ഒരുത്തരും മനസ്സിലാക്കില്ല. അങ്ങനെ ഒരുത്തനാ എൻ്റെ കൂട്ടുകാരി വിജിതയുടെ ഹസ്ബൻഡും. അവനെ വലിച്ചു കീറണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ദേ നീ ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ടേ അവസാനം കേസും വഴക്കുമൊക്കെ ആയാലേ ഞാനതിൻ്റെ പിന്നെ തൂങ്ങത്തൊന്നുമില്ല. അപ്പം ഞാനോ അറിയാം, ഞാനേ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. ഇനി അവൾ എന്തെങ്കിലും ചെയ്തിട്ട് വന്നാൽ അവളെ സഹായിച്ചേ പറ്റൂ. എന്നോട് ചോദിക്കാതെ നീ എന്തിനാ അവൾക്ക് വാക്ക് കൊടുക്കാൻ പോയത്? എൻ്റെ ഭർത്താവേ അത്രയ്ക്കും കഴിവുള്ള ഒരുത്തനാണെന്ന് തോന്നിയതുകൊണ്ട്, ഈ കുടുംബം ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബമാണെന്ന് തോന്നിയതുകൊണ്ട്. എന്ന് വെച്ച് ഈ കുടുംബത്തിൻ്റെ പേര് ചീത്തപ്പേരാക്കണോ? അപ്പം നാന പറയുന്നുണ്ട്, അവളുടെ ഭാഗത്ത് തെറ്റില്ല. അവളുടെ ഭർത്താവ് അമ്മായി അമ്മക്കൊപ്പം ചേർന്ന് അവളെ ഇട്ട് ദ്രോഹിക്കുക. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയുടെ വേദന നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവളാണ് ഞാൻ. അത് നന്നായിട്ട് അറിഞ്ഞവളുമാണ്. അതുകൊണ്ട് എനിക്കിതേ പറയാൻ പറ്റൂ, കഷ്ടത അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് നീതി കിട്ടണം. അതെൻ്റെ കൂട്ടുകാരി ആണെങ്കിലും അല്ലെങ്കിലും. ഞാൻ ചിലപ്പോൾ ഇതുപോലുള്ള കേസുകളിലൊക്കെ ഇടപെട്ടെന്നിരിക്കും. അപ്പോൾ ആദർശ് ദേഷ്യത്തോട് ചോദിക്കും, ഓ അങ്ങനെ ഇടപെടാൻ നീ ആരാ? സാമൂഹ്യ പ്രവർത്തകയോ? അതെ, കുറച്ചൊക്കെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ തന്നെയാണ് ഇനി എൻ്റെ തീരുമാനം. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ അത്? അപ്പോൾ ആദർശ് തലയാട്ടിക്കൊണ്ട് പറയും, ഓർമ്മയുണ്ട്. അന്ന് നിൻ്റെ വണ്ടിയിൽ എൻ്റെ വണ്ടി തട്ടിയപ്പോൾ എന്തൊക്കെ സീനാണ് നീ അവിടെ ഉണ്ടാക്കിയത്? അപ്പം ഞാൻ പരിഹാസത്തോട് ചോദിക്കും, അത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കരണത്തടിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ ആദർശ് ആ ഒരു ഭാഗം ആലോചിക്കുകയാണ്, ഞാൻ അന്ന് കരണത്തടിച്ചത്. അത് അടിച്ചത് ഓർത്തിട്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഒട്ടുമില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അതിൻ്റെ കാരണം എന്താ? കാരണമൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ ദേഷ്യത്തോടെ നയന ആദർശിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശ് എന്നൊരു പിന്നെ അത് കേൾക്കാനുള്ള ആവശ്യത്തോടെ വിളിക്കുന്നുണ്ട്. പക്ഷെ നയന മൈൻഡാക്കാതെ പോവുകയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ഇവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്. ആ ഒരു വിഷമത്തിലാണ് ആദർശ് നിൽക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയാത്ത ആ ഒരു ടെൻഷനിലാണ് ആദർശ് ഉള്ളത്. അതേസമയം ദേവയാനി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ജലജയെ ഇവക്കെ നല്ല വിഷമമുണ്ട്. പേരക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവളെ മുത്തശ്ശിന്ന് വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ഇവക്ക് പ്രായം കൂടിയെന്ന് തോന്നുമല്ലോ. അപ്പോൾ ജാനകിയൊക്കെ അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. കാരണം ജലജയ്ക്ക് അങ്ങനെ ഒരു കുശുമ്പുള്ളത് കാരണമായിരിക്കാം നവ്യ മൈൻഡാക്കാത്തതെന്ന് വിചാരിച്ചിട്ട്. ജലജയാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ജലജയ്ക്ക് അല്ലെങ്കിലേ ഇഷ്ടമല്ല. അതിന് പുറമെ ഈ ഒരു കാരണം കൂടി നല്ലൊരു ദേഷ്യം തന്നെയാണ്. ആ വിളി ഇവൾ ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മരുമോളുടെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഇവൾ ഇടപെടാത്തത് അല്ലേ ജലജെ? ജലജ മറുപടി ഒന്നും പറയാതിരിക്കുന്ന സമയത്താണ് നവ്യ ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ. എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അവസാനം ഇതൊരു കുട്ടിക്കളിയാവോ എന്തോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവസാനം ഒരു 4 സ്റ്റെപ്പ് ബാക്കി നിൽക്കാൻ നവ്യ പെട്ടെന്ന് സ്റ്റെപ്പ് വന്ന് താഴേക്ക് വീഴുകയാണ്. എന്നൊക്കെ ആക്കി ശബ്ദമൊക്കെ ഉണ്ടാക്കി നിലത്ത് വീഴുന്നുണ്ട്. അപ്പോഴേക്കും നയനയൊക്കെ ഓടി വരികയാണ്. അയ്യോ ചേച്ചി എന്ത് പറ്റി ചേച്ചി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയന എടുത്ത് പൊക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശും ജയനും എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് നവ്യയുടെ ശബ്ദം കേട്ടിട്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ചെറുതായിട്ട് തല ചുറ്റി, അതുകൊണ്ട് വീണതാ. അപ്പം നവ്യയെ പിടിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് സോഫയിൽ ഇരുത്തുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇപ്പോൾ 1-2 തവണയായി ഇങ്ങനെ ഉണ്ടാവുന്നു. അപ്പം ജയൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ മോളുടെ അമ്മായിയമ്മ മോളെ നോക്കുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. അപ്പം നവ്യ പുലിവാല് പിടിച്ച അവസ്ഥയിലായി. പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. കാരണം അവിടെ നിന്ന് വീണ് അബോഷനായി പോകാമെന്നുള്ളൊരു രീതിയിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓപ്പോസിറ്റായിട്ട് ഒന്നും കൂടെ കെയർ ചെയ്യാനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നവ്യ നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഏതു നേരവും മോളുടെ കാര്യം നോക്കാൻ ഒരാളുള്ളത് നല്ലതാ. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുക, അയ്യോ അടുത്ത കെണി വരുന്നുണ്ട്, ഇനി കൂടുതലായിട്ട് ആവശ്യത ഉണ്ടെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ജയനോട് പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ തലചുറ്റലും മനംപുരുട്ടലും ഒക്കെ ഈ ഒരു അവസ്ഥയിലുള്ളതാണല്ലോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, വയറ് കൂടിക്കൂടി വരിക, കുഞ്ഞ് വളർന്നു വരിക, ആ സമയത്ത് ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടായാൽ പിന്നീട് മാറിയിരുന്ന് കരയേണ്ടി വരും. അപ്പോഴേക്കും ജയൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ മാനേജറോട് പറഞ്ഞിട്ട് നവ്യ മോളെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാൻ പറയണം. ശരി അച്ഛാ. അപ്പോഴേക്കും നവ്യ ദേഷ്യത്തോട് പറയും, എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നേല് പോലെ ഒരാൾ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ. അപ്പോൾ ദേവയാനി വാണിംഗ് പോലെ പറയുന്നുണ്ട്, പ്രസവം കഴിയുന്നത് വരെയെങ്കിലും നീ നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്തരം ചിന്തകൾ മാറ്റി വെക്കണം.
അപ്പം നവ്യ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും അമ്മായി. അപ്പം ജലജ പരിഹസിച്ചിട്ട് പറയുന്നുണ്ട്, ഉള്ളവന്മാർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിലേ ആഗ്രഹം ഉണ്ടാവാൻ പാടുള്ളൂ, അത്യാഗ്രഹം ഉണ്ടാവാൻ പാടില്ല. അപ്പം നയനയും നവ്യയും കൂടെ മുഖത്തോട് നോക്കുകയാണ്. അപ്പം ജയൻ വേഗം പറഞ്ഞിട്ട്, ഇപ്പം അതൊന്നും അല്ല വിഷയം, മോളെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിന് അത്യാവശ്യമാണ്. അതിന് എത്രയും പെട്ടെന്ന് പറ്റിയ ഒരാളെ അറേഞ്ച് ചെയ്തേ പറ്റൂ. അപ്പം നവ്യ പറയുന്നുണ്ട്, അബി എന്നെ നോക്കിയാൽ മതി. ഏതു നേരം അബിക്ക് മോളെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, അവന് ഓഫീസിൽ പോകണ്ടേ, നമ്മുടെ ജ്വല്ലറി അല്ലേ, അപ്പോൾ അവന് കുറച്ച് ദിവസം ലീവ് കൊടുത്തൂടെ. അപ്പം ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ പല ബ്രാഞ്ചിലും ക്രമക്കേടുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അവനെ വെറും ഒരു സ്റ്റാഫാക്കി മാറ്റിയത്. ഇനി ആ ജോലി കൂടി നിനക്ക് ഇല്ലാതാക്കണോ? അപ്പം മുത്തശ്ശിയും പറയാണ്, ഈ സമയത്ത് മോളെ നോക്കാൻ ഒരു ഹോം നേഴ്സ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ. അപ്പം വീണ്ടും ജയൻ ആദർശനോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഹോം നേഴ്സിൻ്റെ കാര്യം അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജയനും ആദർശം അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, വയറുവേദനയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ പറയുന്നത് ആ ഡോക്ടറെ ഒന്ന് മാറ്റി പരീക്ഷിച്ചാലോ എന്നാ. അപ്പം നവ്യ വിഷമത്തോടെ പറയും, അതൊന്നും വേണ്ട അമ്മായി, ഈ പൂജകളും ഫംഗ്ഷനും ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആട്ടവും പാട്ടവും ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ആ സമയത്ത് സ്ട്രെയിൻ എടുക്കുന്നതാ ബുദ്ധിമുട്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ബുദ്ധിമുട്ടാണെങ്കിൽ തുറന്നു പറയണം, നിന്നോട് മനഃപൂർവ്വം ആരെങ്കിലും സ്ട്രെയിൻ എടുക്കാൻ പറഞ്ഞോ? അപ്പം നവ്യ ആകെ മൊത്തം കൺഫ്യൂഷനും ദേഷ്യത്തിലുമാണ് ഉള്ളത്. എന്താ ചെയ്യുക, ഇവരെങ്ങനെ ഒന്ന് ഇതൊന്ന് മാറ്റിയെടുക്കും എന്നുള്ളൊരു ടെൻഷനിൽ. അപ്പം നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്, കാരണം രണ്ടുപേർക്കും കാര്യം അറിയാം കുഞ്ഞില്ല എന്നുള്ളത്. അപ്പം നയന വേഗം തന്നെ നവ്യയെ രക്ഷിക്കാൻ വേണ്ടി പറയാണ്, ചേച്ചി വാ അകത്ത് പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ നവ്യയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ജലജയോട്, ജലജെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നല്ല നോട്ടക്കുറവുണ്ട്, നീ നിൻ്റെ മരുമകളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ദേവയാനിയും പറയാണ്, അവളെ കാണാതായപ്പോൾ അമ്മയും മോനും കൂടെ വലിയ പ്രകടനമായിരുന്നല്ലോ, എൻ്റെ പേരക്കുട്ടി പോയെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയുമായിരുന്നു, എന്നിട്ടിപ്പോൾ അവൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കാൻ നിനക്ക് നേരെയില്ല. അപ്പോൾ ജാനകിയും കളിയായിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതെല്ലാം നാടകമാണ് ഏട്ടത്തി, അല്ലാതെ പറയുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ജലജ തിരുത്തുകയാണ്, ആര് പറഞ്ഞു ആത്മാർത്ഥതയില്ലെന്ന്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുമാർ ഈ വീട്ടിൽ വന്നത് അർഹതയില്ലാതെയാണല്ലോ എന്ന് ഓർക്കും, അപ്പോഴാണ് എൻ്റെ രക്തം തിളക്കുന്നത്, ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോവും. അപ്പം മുത്തശ്ശി തിരുത്തി കൊടുക്കുകയാണ്, ഈ വിവാഹം വീട് എന്നൊക്കെ പറയുന്നത് വിധിയാണെന്ന് നീ കേട്ടിട്ടില്ലേ, നമുക്ക് ചേർന്നവർ അതിൻ്റേതായ സമയം ആവുമ്പോൾ വന്നു ചേരും, അങ്ങനെ വന്നു ചേർന്നാൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് കരുതി അംഗീകരിക്കാൻ പഠിക്കണം, അല്ലാതെ വെറുതെ ശപിച്ചും കുറ്റപ്പെടുത്തിയും നടന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഇനി മോളെ നോക്കാൻ ഒരു കൂട്ടം ആവശ്യമാണ്, ഹോം നേഴ്സ് വരുന്നെങ്കിൽ വരട്ടെ. അപ്പം ജലജ പുച്ഛത്തോടെ പറയും, എല്ലാ ചിലവിൻ്റെയും കൂടെ ഒരു ചിലവും കൂടിയായി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ ആരും അതിൻ്റെ പേരിൽ കണക്ക് പറയാനൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ തന്നെ പണത്തെപ്പറ്റി ഇവിടെ ആരും ചിന്തിക്കാറില്ലല്ലോ. മുത്തശ്ശിയും പറയുന്നുണ്ട്, ഹോം നേഴ്സിൻ്റെ ശമ്പളം എത്രയാണെന്ന് വെച്ചാൽ ആദർശ് കൊടുത്തോളൂ, നീ അതോർത്ത് ദുഃഖിക്കേണ്ട. ആദർശും ജയനും നിൽക്കുന്ന സമയത്ത് ജയൻ്റെ മുഖത്തുള്ള സങ്കടം കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ? അപ്പം അയാൾ സങ്കടത്തോടെ പറയാണ്, അച്ഛൻ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടടാ, എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അപ്പോൾ ആദർശും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി, എന്തൊക്കെയോ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുക മുത്തശ്ശൻ. അപ്പോൾ ജയൻ പറയാണ്, നയനമോളൊന്ന് മിസ്സായല്ലോ, അതിനുശേഷം അച്ഛനിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ആദർശ് ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ അച്ഛൻ്റെ അസുഖത്തെ പറ്റി, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നീ അത് മറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആദർശ് പറയണേ, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നല്ലത്, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛൻ ഇനി കുറച്ച് നാൾ കൂടി ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. അത്രയും നാൾ അച്ഛന് പരമാവധി സന്തോഷം കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതാ, പക്ഷെ അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. എൻ്റെ ഓരോ പ്രാർത്ഥനയിലും അച്ഛനൊരാപത്തും വരുത്തല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അച്ഛൻ്റെ വേർപാട് ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല മോനെ, അത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പം പെട്ടെന്ന് അയാളോട് മറുപടി പറയാനാവാത്തതുകൊണ്ട് ആദർശ് പറയും, ഞാനൊന്ന് മുത്തശ്ശനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോവാണ്. ആദർശ് മുറിയിലെത്തിയ സമയത്ത് മൂർത്തി നല്ല മയക്കത്തിലായിരുന്നു. അപ്പം വാതിൽ തുറന്നതിന് ശേഷം മുത്തശ്ശൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് ആദർശ് വിചാരിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ മുത്തശ്ശൻ നല്ല ക്ഷീണത്തിലാണല്ലോ, ഇനി നയന എന്തെങ്കിലും പറഞ്ഞു കാണുമോ? നയനയെ അന്ന് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചു വന്നതിന് ശേഷം മുത്തശ്ശനിൽ ഇങ്ങനെ ഒരു മാറ്റം. അതിനുശേഷം ആദർശം എല്ലാം മുത്തശ്ശൻ അറിയാത്ത രീതിയിൽ വാതിലടച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കാരണം അദ്ദേഹം മയങ്ങുകയാണല്ലോ. ആദർശ് പോയതിനു ശേഷം അദ്ദേഹം നല്ല മയക്കത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദർശ് വന്നതും പോയതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം നയന നവ്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനിയെങ്കിലും ഇത് എല്ലാവരുടെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല. ഒരു ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായും ചേച്ചിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും. അതിനു മുമ്പ് നമുക്കെല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. അപ്പം നവ്യ ദേഷ്യത്തോടെ പറയും, എങ്കിപ്പോൾ ചെന്ന് തുറന്ന് പറയടി, എനിക്ക് നിൻ്റെ മനസ്സിലിപ്പോൾ നന്നായിട്ടറിയാം, നിനക്ക് നല്ല പിള്ളയാവണം, എന്നിട്ട് പരിശുദ്ധ ചമയണം, എന്നിട്ട് എന്നെ കള്ളിയാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അപ്പം നയന ദേഷ്യത്തോടെ പറയും, ചേച്ചി ഇങ്ങനെ തന്നെ പറയണം. ചേച്ചിയെ ഒരുത്തൻ തൂക്കിയെടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ജീവൻ പണയം വെച്ചാ ഞാനും ആദർശേട്ടനും ചേച്ചിയെ രക്ഷപ്പെടുത്തിയത്.
ഗുണ്ടകളെ അടിച്ചൊതുക്കി ചേച്ചി ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ അത് ചെയ്തത്? നവ്യക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു കൂസലുമില്ല. അത്രത്തോളം ഒരു സ്നേഹമോ ഒരു പ്രതിബദ്ധതയോ ഒന്നുമില്ല ആരോടും. അപ്പം നവ്യ കളിയാക്കിക്കൊണ്ട് പറയും, ഹോ അത് നിൻ്റെ ഭർത്താവ് നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുമായിരുന്നു, നമ്മുടെ അമ്മ വിളിച്ചു പറഞ്ഞതനുസരിച്ച്. എന്ത് ചെയ്താലും ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. മനുഷ്യനായാലേ ഇത്തിരി നന്മ വേണം, അല്ലെങ്കിലേ മനുഷ്യനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവെങ്കിലും വേണം. ആ കഴിവുള്ളത് കൊണ്ടാണ് നീ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹോം നേഴ്സ് വരട്ടെ എന്നാണോ ചേച്ചി പറയുന്നത്? വരുന്നെങ്കിൽ വരട്ടെ. ഇത്രയും കാലം ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുമൂടി കെട്ടാൻ എനിക്കറിയാമെങ്കിൽ അവരെയും പറ്റിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. എനിക്ക് ചെക്കപ്പ് നടത്തുന്ന ഡോക്ടർ വരെ പറ്റിച്ചു, പിന്നെയല്ലേ ഒരു ഹോം നേഴ്സ്. എന്തായാലും ഡോക്ടറെക്കാളും വലുതല്ലല്ലോ ഈ പറയുന്ന ഹോം നേഴ്സ്. ഡോക്ടറെ ഒതുക്കിയത് ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടല്ലേ? എന്തായാലും ഒതുക്കിയല്ലോ, അവരൊതുങ്ങിയല്ലോ. അതുകൊണ്ട് എന്തായാലും നീയായിട്ട് ഇനി സത്യങ്ങൾ വിളമ്പാതിരുന്നാൽ മതി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. നയന അവസാനം പറയാണ്, എവിടെ ചെന്ന് നിന്നാലും ഞാനല്ലേ കള്ളം പറയുന്നത്, നീയല്ലല്ലോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിപ്പിക്കണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് നീ നിൻ്റെ പാട് നോക്കി പോവാൻ നോക്ക്. നവ്യ പുച്ഛത്തോടെ നയനയോട് പറയാണ്. അപ്പോൾ അവസാനം നയനക്കും ദേഷ്യം വരികയാണ്. ശരി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവുകയാണ്. നയന പോയതിന് ശേഷം നവ്യ വിചാരിക്കുന്നുണ്ട്, അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഗുരുമാലാവും. എങ്ങനെയെങ്കിലും അവരുടെ വരവ് ഒഴിവാക്കിയേ പറ്റൂ. ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.